എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ റൂമിൽ നയന കുറച്ച് ഡിസൈനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. യാത്ര പോകാൻ ദേവയാനി സമ്മതിച്ച സന്തോഷത്തിലാണ് ആദർശ് അങ്ങോട്ട് വരുന്നത്. ആദർശ് വന്നതേ നയനെ പിടിച്ച് വട്ടം കറക്കി പറയുന്നുണ്ട് അമ്മ യാത്ര പോകാൻ സമ്മതിച്ചു എന്ന്. അന്നേരം നയനയ്ക്കും ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം കൊണ്ട് ആദർശ് നയനെ പൊക്കിയെടുത്ത് ഇങ്ങനെ വട്ടം കറക്കാൻ തുടങ്ങുമ്പോഴാണ് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ട് നവ്യ വരുന്നത്. അയ്യോ നിങ്ങൾ എന്നെ ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നവ്യ റൂമിലേക്ക് വരും. ആദർശ് പയ്യെ നയനെ താഴേക്ക് നിർത്തും. അന്നേരം നവ്യ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, എനിക്ക് വയ്യാത്തതല്ലേ ആദർശേട്ടാ, അതുകൊണ്ടാന്ന് പറയുമ്പോൾ ഇവൾക്ക് ഇപ്പം അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും. അന്നേരം നവ്യ ചോദിക്കുന്നുണ്ട്, എന്താ ഇതിന് മാത്രം സന്തോഷിക്കാനുള്ള കാര്യം രണ്ടുപേർക്കും ഉണ്ടായത് എന്നിങ്ങനെ ചോദിക്കുമ്പം ആദർശ് പറയും, ആ കാര്യങ്ങളൊക്കെ ഇവളോട് ചോദിച്ചോ എന്ന് പറഞ്ഞിട്ട് ആദർശ് റൂമിൽ നിന്ന് അങ്ങ് പോകും. പോയി കഴിയുമ്പം ചോദിക്കുന്നുണ്ട്, എന്താ നയന ഇത്രയും സന്തോഷമുള്ള എന്ത് കാര്യമാണ് നിങ്ങളുടെ ഇടയിൽ നടന്നത് എന്ന് ചോദിക്കും. അന്നേരം നയന പറയുന്നുണ്ട്, ഞങ്ങൾ പണ്ടൊരു യാത്ര പോകാൻ വേണ്ടി തീരുമാനിച്ചില്ലായിരുന്നു, ആ യാത്ര വീണ്ടും പൊയ്ക്കോളാൻ അമ്മ സമ്മതിച്ചു, അതിൻ്റെ സന്തോഷമാണ് ആദർശേട്ടന് എന്ന് പറയുമ്പം നവ്യ ചോദിക്കുന്നുണ്ട്, വല്യമ്മ അങ്ങനെ സമ്മതിച്ചോ എന്ന് ചോദിക്കുമ്പോൾ സമ്മതിച്ചു നീ എന്ന് പറയും. അങ്ങനെ ചോദിക്കുന്നുണ്ട്, നീയാണ് വല്യമ്മയ്ക്ക് കരട് കൊടുത്തതെന്ന് വല്യമ്മ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഇല്ല അതൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ പിന്നെ എന്താ പോലെ ഒന്ന് നവ്യ ഇങ്ങനെ സംശയിക്കും. എന്നിട്ട് നവ്യ തന്നെ പറയുന്നുണ്ട്, അതെന്തെങ്കിലും ആകട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്, അതേതായാലും നിങ്ങൾ പാഴാക്കണ്ട, അതുകൊണ്ട് നല്ല സന്തോഷത്തോടെ പോയി അടിച്ചു പൊളിച്ചു പോവാ എന്ന് പറയും. എന്നിട്ട് ഇത്തിരി സങ്കടത്തോടെ നവ്യ പറയുന്നുണ്ട്, എൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊന്നുമില്ല, സ്നേഹിച്ചാണ് വിവാഹം കഴിച്ചത് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ, വിവാഹശേഷം എൻ്റെ ഒരു ആഗ്രഹവും അവൻ സാധിച്ചു തന്നിട്ടില്ല, ഇപ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട് അതുപോലും അവൻ ശ്രദ്ധിക്കാറില്ല എന്ന് പറയും. എന്നിട്ട് നയനയോട് പറയുന്നുണ്ട്, നിങ്ങളെ രണ്ടുപേരെയും കൂടി എന്തിനാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു യാത്രയ്ക്ക് വിടുന്നത് എന്ന് നിനക്ക് മനസ്സിലായല്ലോ, എന്നെപ്പോലെ തന്നെ നിൻ്റെ വയറ്റിലും ഒരു കുഞ്ഞിനുണ്ടായി കാണാൻ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അവരുടെ എല്ലാവരുടെയും ആഗ്രഹം എത്രയും പെട്ടെന്ന് അങ്ങ് സാധിച്ചു കൊടുത്തേക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ റൂമിൽ നിന്ന് അങ്ങ് പോകുമ്പം ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന നയനെ കാണിക്കുന്നു. പിന്നീട് ഡ്രസ്സൊക്കെ മാറി റൂമിലേക്ക് കിടക്കാനായിട്ട് ചെല്ലുന്ന നവ്യയ്ക്ക് ഈ കൂർക്കം വലിച്ച് ഉറങ്ങാൻ റെഡിയായിട്ട് കിടക്കുന്ന അഭിയെ കാണുമ്പോൾ ദേഷ്യം വരും. അന്നേരം നവ്യ മനസ്സിലോർക്കുന്നുണ്ട്, പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുവാണ്, ഇനി അടുത്ത ആരെയാണ് ഇരയാക്കേണ്ടതെന്നായിരിക്കും അവൻ്റെ മനസ്സിൽ എന്നൊക്കെ ഓർക്കും. എന്നിട്ട് അഭിയോട് പറയുന്നുണ്ട്, നീ അറിഞ്ഞോ നിൻ്റെ ഏട്ടനും എൻ്റെ അനിയത്തിയും കൂടെ യാത്ര പോവാണ്, ഹണിമൂൺ യാത്ര, നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് അങ്ങനെ എന്തെങ്കിലും യാത്ര നമ്മൾ നടത്തിയിട്ടുണ്ടോ, നീ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടില്ലേ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കും. എന്നിട്ട് തന്നെ പറയുന്നുണ്ട്, ഒരു തവണ കൊണ്ടുപോയായിരുന്നു എന്നെ കൊല്ലാൻ വേണ്ടി, ആ യാത്ര നീ ഉദ്ദേശിച്ച രീതിയിൽ നടക്കാത്തതിൻ്റെ സങ്കടവും നിനക്കുണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം അഭി മനസ്സിലോർക്കുന്നുണ്ട്, അതിലൊരുത്തിന് അന്നേരം നിന്നോട് പ്രേമോ അല്ലെങ്കിൽ അന്നേരെ തീരേണ്ടതല്ലായിരുന്നോ നീ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് അഭി നവ്യയോട് ചോദിക്കുന്നുണ്ട്, യാത്ര പോകാൻ വല്യമ്മ സമ്മതിച്ചോ എന്ന്. അന്നേരം സമ്മതിച്ചു, അല്ലെങ്കിൽ അവർ യാത്ര പോകത്തില്ലല്ലോ, എന്ത് പറഞ്ഞാലും എൻ്റെ അനിയത്തി ഭാഗ്യമുള്ളവളാണ്, ആദർശേട്ടൻ അവളെ കൈവെള്ളിയിലാണ് കൊണ്ട് നടക്കുന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, അതിനുള്ള ആരോഗ്യമൊന്നും എനിക്കില്ല, ഇപ്പം നീ പറയണ കേട്ടാൽ നീ കണ്ടിട്ടാണ് വന്നതെന്ന് തോന്നുമല്ലോ അവൻ അവളെ കൈവെള്ളയിൽ കൊണ്ട് നടക്കുന്നത് എന്നിങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ പറയും, അതെ ഞാൻ കണ്ടു, എടുത്തു പൊക്കി വട്ടം കറക്കുന്ന കണ്ടിട്ടാണ് വന്നത് എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ എടുത്ത് വട്ടം കറക്കിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞും വട്ടം കറങ്ങും, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യല എന്ന് പറയും. അന്നേരം നവ്യ പറയുന്നുണ്ട്, അയ്യോ അല്ലെങ്കിൽ അങ്ങ് ചെയ്തേനെ, എടാ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും അങ്ങനെ കാണിച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കും എന്ന് ഉറപ്പുണ്ടെങ്കിൽ നീയൊക്കെ അത് ചെയ്യുമെന്ന് എനിക്കറിയാം, പിന്നെ അമ്മയുടെ മോൻ്റെ മനസ്സിലെന്താണെന്നും എനിക്കറിയാം എന്നൊക്കെ പറയും. അന്നേരം അഭി പറയുന്നുണ്ട്, അതെ നമ്മൾ തമ്മിൽ ചേരിയല്ല, അങ്ങനെയുള്ളപ്പം നമ്മൾ തമ്മിൽ സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട്, അല്ലെങ്കിലും നിനക്ക് എന്നെ കണ്ടെടുത്താൽ കണ്ടുവിടല്ലോ, നീ എന്നോട് നേരാണോ സംസാരിക്കാറുണ്ടോ, നിനക്ക് എപ്പോഴും കയ്യിലൊരു ഫോൺ കാണും, അത് മാത്രമല്ലേ ഉള്ളൂ, എന്നെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ടോ എന്നൊക്കെ ഇങ്ങനെ പരാതി പറയുമ്പോൾ അഭി പറയുന്നുണ്ട്, നിൻ്റെ കയ്യിലും എപ്പോഴും ഫോൺ തന്നെയല്ലേ എന്ന് ചോദിക്കും. അന്നേരം നവ്യ പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ഫോൺ ഉണ്ടെങ്കിൽ ഞാൻ കണ്ട പുരുഷന്മാരെ ചാറ്റ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്, നീ അതല്ലേ ചെയ്യുന്നത്, എന്നെ വഞ്ചിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയും. എന്നിട്ട് പറയുന്നുണ്ട്, ഏതായാലും നട്ടലിലുള്ള ഒരുത്തിനെയാണ് എൻ്റെ അനിയത്തിക്ക് കിട്ടിയത്, അങ്ങനെ ഒരുത്തനല്ല നീ എന്നത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്നൊക്കെ പറയുവാണ്. അന്നേരം അഭി പറയുന്നുണ്ട്, അതെ എനിക്ക് അത്യാവശ്യത്തിന് നട്ടലൊക്കെ ഉണ്ട്, അല്ലാതെ അവനെ പോലെ പെൺകോന്തനാകാനൊന്നും എന്നെ കിട്ടില്ല എന്ന് പറയുമ്പം നവ്യ പറയുന്നത്, പെൺകോന്തനോ, ആദർശേട്ടൻ നയനയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്നുണ്ട്, അതിനാണോ നീ ഈ പെൺകോന്തൻ എന്ന് പറഞ്ഞത്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, മാലയിട്ടിട്ട് വ്രതം തെറ്റിച്ച് അയ്യപ്പനെ പോലും പറ്റിക്കാൻ മനസ്സുള്ളവനായിരുന്നു നീ, പിന്നെ എന്നെ പറ്റിക്കുന്നതിന് ഞാൻ ആരോട് പരാതി പറയാനാ എന്ന് പറഞ്ഞിട്ട് നവ്യ കയറി കിടക്കുവാണ്. അന്നേരം അഭി മനസ്സിലോർക്കുന്നുണ്ട്, മാലയിട്ട് വ്രതം എടുക്കാൻ ശ്രമിച്ചത് തന്നെ നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് പോകാനാണ്, എന്നിട്ട് ആ കാര്യം
കാര്യം എനിക്ക് അയ്യപ്പൻ സാധിച്ചു തന്നില്ല, ഒന്ന് കാണാൻ പോലും സാധിച്ചില്ല എന്നിങ്ങനെ മനസ്സിലോർക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നയനയും ആദർശോടെ യാത്ര പോകാണല്ലോ. അപ്പോൾ രണ്ടുപേരും വണ്ടിയിലിരുന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെയൊരു യാത്ര ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ ഓർത്തതല്ല, ഏതായാലും അമ്മ സമ്മതിച്ചല്ലോ, അത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയും. അന്നേരം നയന ഇത്തിരി സംശയത്തോടെ ചോദിക്കുവാണ്, ആ കരൾ കൊടുത്ത പെൺകുട്ടിയെ പറ്റി അമ്മ ഇപ്പം ചോദിക്കാറില്ലേ എന്ന് ചോദിക്കുമ്പോൾ, ആ ചോദ്യമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞേക്കുന്നത് അവർ രണ്ടുപേരുടെ ഭാര്യയും ഭർത്താവും കൂടെ ഒരു യാത്രയ്ക്ക് പോയേക്കുവാണ്, 3-4 മാസം കഴിഞ്ഞേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും അത് കഴിയുമ്പോഴായിരിക്കും ഇനി അടുത്ത അന്വേഷണം തുടങ്ങുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് നയന പറയുന്നുണ്ട്, അന്നേരം നയന പറയുവാണ്, അമ്മയ്ക്ക് ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, അമ്മയ്ക്ക് നിന്നോട് സ്നേഹമൊന്നുമില്ല, പിന്നെ വലിയൊരു അസുഖം കഴിഞ്ഞ് വന്നതില്ല, അതിൻ്റെ മാറ്റമാണ് എന്നൊക്കെ ആദർശം പറയുന്നുണ്ട്. അന്നേരമാണ് വണ്ടി ചെറുതായിട്ടൊന്ന് ആക്സിഡൻ്റ് ആകുന്നത്. പെട്ടെന്ന് ദേവയാനി ഉറക്കത്തിൽ നിന്ന് ഉണരും. ദേവയാനി കണ്ട സ്വപ്നമായിരുന്നു അത്. അപ്പം ദേവയാനിക്ക് ഭയങ്കര ടെൻഷനായിട്ട് ഫോൺ എടുത്ത് പുറത്ത് വന്ന് ഡോക്ടറെ വിളിക്കുവാണ്. ഈ സമയം ഡോക്ടർ ഉറങ്ങിയിട്ടില്ലായിരുന്നു. ഹോസ്പിറ്റലിൽ ഏതോ എമർജൻസി കേസ് കഴിഞ്ഞ് വരുന്ന സമയമായിരുന്നു. അതിലും ചോദിക്കുന്നുണ്ട്, ഞാൻ ഇപ്പോൾ വിളിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യം അറിയാനാണ്. എനിക്ക് കരൾ തന്ന ആ പെൺകുട്ടി ഒരു യാത്ര പോവുകയാണ്, അങ്ങനെ യാത്ര പോകാനൊക്കെ അവൾക്ക് പറ്റുമോ, അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ എന്നൊക്കെ ചോദിക്കും. അന്നേരം പറയും, അതിനൊന്നും ഒരു കുഴപ്പമില്ല, സർജറി കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 മാസത്തിന് മേലായില്ലേ, അവർ യാത്രയൊക്കെ പോകട്ടെ, അതിന് പ്രശ്നമൊന്നുമില്ല, പക്ഷെ നിനക്ക് അങ്ങനെ പോകാറായിട്ടില്ല കേട്ടോ എന്ന് പറയും. ദേവേനോട് കൂട്ടുകാരിയും കൂടിയാണെന്ന് തോന്നുന്നു. അന്നേരം ദേവേനെ പറയും, അയ്യോ എൻ്റെ കാര്യം ഓർത്ത് എനിക്ക് അങ്ങനെ ടെൻഷനൊന്നുമില്ല, ഞാൻ യാത്ര പോകുന്നുമില്ല, എനിക്ക് കരൾ തന്ന പെൺകുട്ടി ചെറുപ്രായമല്ലേ, അവളുടെ ആരോഗ്യം നോക്കണ്ടേ, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറയും. അപ്പോൾ അതിന് പ്രശ്നമില്ല എന്ന് പറയും. അങ്ങനെ സന്തോഷത്തോടെ ദേവയാനി ഫോം വയ്ക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നയന യാത്ര പോകാൻ വേണ്ടി ബാഗിൽ ഡ്രസ്സൊക്കെ എടുത്തു വെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ആദർശ് വരുന്നത്. അന്നേരം എത്ര ജോഡി എടുത്ത് വെക്കണം എന്ന് ചോദിക്കുമ്പം ആ ബാഗിൽ കൊള്ളുന്ന അത്രയും എടുത്ത് വെച്ചോ എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, അതെന്തിനാ, നമ്മൾ പെട്ടെന്ന് തിരിച്ചു വരില്ലേ എന്നാണ് നയന തിരിച്ചു ചോദിക്കുന്നത്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അല്ല ഇപ്പോൾ ചൂടുകാലമല്ലേ, ചിലപ്പോൾ 2-3 തവണ ഡ്രസ്സ് മാറേണ്ടി വരും, പിന്നെ നിനക്ക് അമ്പലത്തിൽ പോകണമല്ലോ, എവിടെ പോയാലും ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാൻ പറ്റില്ല, അപ്പം ഫ്രഷ് ആയിട്ടുള്ള ഡ്രസ്സ് വേണ്ടേ, അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാം എടുത്ത് വെച്ചേരേ എന്ന് പറയും. സെറ്ററൊക്കെ എടുത്ത് വെച്ചോ എന്നെല്ലാ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആദർശിന് പിന്നെയും ഒരു അതിശയമായിട്ടോ ദേവയാനി ഇങ്ങനെ ഒരു യാത്രയ്ക്ക് സമ്മതിച്ചത്. അന്നേരം നയന പറയുവാണ്, ഇപ്പം നമുക്ക് 2 പേർക്കും കൂടെ യാത്രയ്ക്ക് പോകാം, അത് കഴിഞ്ഞ് ഇനി പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കൊണ്ടുപോകണം, അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുള്ളൂ. ഇപ്പം തന്നെ നവ്യേച്ചിനെ ഒരിടത്തും അഭി കൊണ്ടുപോയിട്ടില്ല, അതിൻ്റെ സങ്കടം നവ്യേച്ചിക്കുണ്ട്, അതുപോലെ ഇതറിയുമ്പോൾ അനാമയ്ക്കും സങ്കടമാകും എന്നൊക്കെ പറയുമ്പം ആദർശ് പറയുന്നുണ്ട്, നവ്യ പ്രഗ്നൻ്റ് ആണ്, അവൾക്ക് തീരെ പറ്റില്ലല്ലോ ഇപ്പം, അതുകൊണ്ട് അവളെ കൊണ്ടുപോകുന്നില്ല. പക്ഷെ അനാമികയുടെ കാര്യത്തിൽ ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, കാരണം അവൾക്ക് അനിയും കൊണ്ട് എവിടെ വേണമെങ്കിലും പോകാം, പക്ഷേ അവനെ ഒന്ന് സ്നേഹിക്കാൻ അവൾ തയ്യാറാകാത്തത് കൊണ്ടല്ലേ എന്നിങ്ങനെ ആദർശ് പറയും. അന്നേരം നയന ചോദിക്കുന്നുണ്ട്, അവർ തമ്മിലുള്ള ആ പിണക്കം നമുക്കൊന്ന് മാറ്റിയെടുക്കണ്ടേന്ന്. അന്നേരം ആദർശ് പറയും, എങ്ങനെ മാറ്റിയെടുക്കാനാണ്, അവൾക്ക് അവനെ സ്നേഹിക്കണമെന്നില്ല, പണ്ട് ഞാൻ നിന്നോട് പിണങ്ങി നടന്ന സമയത്തും പരിഭവവും എല്ലാം മറന്ന് നീയാണ് എന്നോട് കൂട്ടുകൂടാൻ വന്നതും സ്നേഹിക്കാൻ വന്നതും വീട്ടിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചതുമൊക്കെ, അങ്ങനെയുള്ള ഒരു കാര്യവും അവൾ ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെയാണ് ആ പ്രശ്നങ്ങളൊക്കെ മാറി അവനൊരു സ്നേഹം തോന്നുന്നത് എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പം നയന പറയുവാണ്, അനാമിക കൊച്ചുകുട്ടിയല്ലേ എന്ന്. അന്നേരം ആദർശ് പറയും, അവളോ കൊച്ചുകുട്ടിയോ, നന്ദുവിൻ്റെ പ്രായമുണ്ട്, വിവാഹം കഴിഞ്ഞൊരു ഭാര്യയാണ് അവൾക്ക്, അതിൻ്റെ ഉത്തരവാദിത്വം അവൾ കാണിക്കണ്ടേ, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവളും അവളുടെ അച്ഛനും ഒക്കെ കണക്കാണ്, അതുകൊണ്ട് തന്നെ മകളെ ഉപദേശിക്കാൻ ആരുമില്ലല്ലോ, അതിൻ്റെ പ്രശ്നമാണ് എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഏതായാലും യാത്ര പോകായതുകൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ട് അവർ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ നയന പറയും, ഞാൻ ബാഗ് എടുത്തോളാം. അന്നേരം ആദർശ് പറയുന്നുണ്ട്, അതെടുക്കാനുള്ള ആരോഗ്യം എനിക്കിപ്പോൾ ഉണ്ട്, നീ ഇപ്പം എൻ്റെ കൂടെ വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെ പുറത്തേക്ക് പോവാണ്. ഇതിനിടയ്ക്ക് നയന ചോദിക്കുന്നുണ്ടായിരുന്നു ആദർശിനോട്, ചായ എടുക്കട്ടെ, രാവിലെ ചായ കുടിച്ചിട്ട് പോയാലോ എന്ന്. അന്നേരം ഇപ്പം രാവിലെ നീ അടുക്കളയിൽ കയറുമൊന്നും വേണ്ട, പുറത്തുനിന്ന് എവിടുന്നേലും കഴിക്കാം എന്നും ആദർശ് പറയുന്നുണ്ടായിരുന്നു. ഏതായാലും അവർ യാത്രയ്ക്ക് ഇറങ്ങുന്നു. ഈ സമയം ദേവയാനി അടുക്കളയിൽ കയറി രണ്ടുപേർക്കും ചായ ഇടുന്നു. എന്നിട്ട് ഇങ്ങനെ മനസ്സിലോർക്കുവാണ്, കുട്ടികൾക്ക് ചായയൊക്കെ കൊടുത്തു വിടണം, സമാധാനത്തോടെ സന്തോഷത്തോടെ അവരെ യാത്രയാക്കണം എന്നൊക്കെ മനസ്സിലോർത്ത് ചായയും കൊണ്ട് വരുവാണ്. അന്നേരമാണ് ഇവർ ഇറങ്ങി വന്നെ. അന്നേരം ദേവയാനി പറയും, രണ്ടുപേരും ചായ കുടിച്ചിട്ട് ഇറങ്ങിക്കോ എന്ന് പറയും. അന്നേരം ആദർശ്, അയ്യോ അമ്മ ചായ ഇട്ടോ എന്ന് ചോദിക്കും. ഞാൻ അതിൻ്റെ കൂടെ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ പറഞ്ഞു പുറത്തുനിന്ന് ചായ കുടിക്കാമെന്ന്, അതുകൊണ്ടാണ് ഞാൻ രാവിലെ അടുക്കളയിൽ കയറാതിരുന്നത് എന്ന്. അന്നേരം ദേവേന പറയും, അതിനിപ്പോൾ എന്താ, ആരെങ്കിലും അടുക്കളയിൽ കയറി ചായ ഇട്ടാൽ മതിയല്ലോ, ഇനിയിപ്പോൾ ഈ ചായ കുടിക്കാൻ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറയും. ആദർശ് പറയും, എന്ത് ബുദ്ധിമുട്ട്, അമ്മ ഇട്ട് ചായ കുടിക്കാൻ എനിക്ക് സന്തോഷമുള്ളെന്ന് ആദർശം പറയും. എന്നിട്ട് രണ്ടുപേരുടെ ചായ കുടിക്കുവാണ്. ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്കും ദേവേന ചോദിക്കുന്നുണ്ട്, കടുപ്പമൊക്കെ കറക്റ്റ് ഉണ്ടായിരുന്നോ എന്ന്. അന്നേരം നയനയാണ് പറയുന്നത്, അമ്മ കറക്റ്റ് കടുപ്പമൊക്കെ ഉണ്ടായിരുന്നു, നല്ല ചായ
ചായ ആയിരുന്നു എന്ന്. ദേവയാനി നിന്നോട് ആരെങ്കിലും ചോദിച്ചോ? ഞാൻ ചോദിച്ചത് എൻ്റെ മകനോടാണ് എന്ന് പറയും. അന്നേരം ആദർശ് പറയും കുഴപ്പമില്ലായിരുന്നു അമ്മേ, നല്ല ചായയായിരുന്നു, നല്ല കടുപ്പമുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് യാത്രയല്ലേ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഉറക്കമൊന്നും വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കടുപ്പം കൂട്ടിയിട്ടത് എന്ന് പറയും. പിന്നെ കുറേ ഉപദേശം ആട്ടോ, നല്ല രീതിയിൽ വണ്ടി ഓടിക്കണം, ശ്രദ്ധിക്കണം, അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പം ആദർശ് ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഈ കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു തരുന്ന പോലെ എനിക്ക് പറഞ്ഞു തന്നെ, എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയും. അന്നേരം ദേവയാനി പറയുന്നുണ്ട് രണ്ടുപേരും ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അതിൻ്റെ ത്രില്ലിലായിരിക്കും, അന്നേരം ശ്രദ്ധയൊന്നും പോകരുത്, അതിനു വേണ്ടിയാണ് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞു കൊടുത്തതിന് ശേഷം അവർ ഇറങ്ങുവാണ്. അന്നേരം ദേവയാനിയും പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും അങ്ങ് ഇറങ്ങി പോയി കഴിയുമ്പോഴേക്കും ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞു വരുന്നുണ്ട്. അന്നേരം വണ്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് നയനെ തിരിഞ്ഞു നോക്കുമ്പം ദേവയാനിയുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നതും നയനെ കാണാതെ കണ്ണ് തുടയ്ക്കുന്നതും ഒക്കെയാണ് കാണുന്നത്. അന്നേരം നയനയ്ക്കും ചെറിയ വിഷമാവുന്നുണ്ട്. എന്തായാലും വണ്ടിയിൽ കയറിയതിന് ശേഷം ആദർശിനോട് നയന പറയുന്നുണ്ട് ഏതായാലും മോൻ്റെ കൂടെ ഞാൻ വരുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് നല്ല സങ്കടം വന്നിട്ടുണ്ട്, കണ്ണൊക്കെ നിറഞ്ഞിരിപ്പുണ്ട് എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട് പണ്ടും അമ്മ അങ്ങനെയാണ്, ഞാൻ ഏതെങ്കിലും ഒരു ദൂരയാത്രയ്ക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് വിഷമാണ്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും, അത് അമ്മയുടെ ഒരു ക്യാരക്ടറാണ്. ഏതായാലും നമുക്ക് കിട്ടിയ ഒരു ഗോൾഡൻ ചാൻസാണിത്, ഇത് നമുക്ക് പാഴാക്കാൻ പറ്റില്ല എന്ന് ആദർശ് പറയുമ്പോൾ ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്ന നയനെ കാണിക്കുന്നു. അതുപോലെ തന്നെ രണ്ടുപേരുടെയും യാത്ര നോക്കി നിന്ന് കണ്ണ് നിറഞ്ഞ് നിൽക്കുന്ന പ്രാർത്ഥനയോടെ നിൽക്കുന്ന ദേവയാനിയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.